അപ്പോൾ നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു മസാല റൈസാണ്. വെജിറ്റബിൾ മസാല റൈസാണ് തയ്യാറാക്കാൻ പോകുന്നത്. അത് നമ്മൾ കുക്കറിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അത് നമ്മൾ കൈമ റൈസ് ഉപയോഗിച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ചെറിയ ജീര റൈസ്, കൈമ റൈസ് എന്ന് പറയും. അതെടുത്ത് നമ്മൾ നല്ല രീതിയിൽ വാഷ് ചെയ്തു. ആയിട്ട് നമ്മൾ അരമണിക്കൂർ വെള്ളത്തിലിട്ട് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. ഉരുളക്കിഴങ്ങ് ഒരെണ്ണം നമ്മളെടുത്തു, മീഡിയം വലിപ്പത്തിലുള്ളത്. ബീൻസ് 2 എടുത്തു. ക്യാരറ്റ് 1 എടുത്തു. ആവശ്യത്തിനുള്ള സവാള, ഒരു 1.5 സവാള, ഒരു ഗ്രീൻ ചില്ലി, ഒരു തക്കാളി. ഇത്രയാണ് നമ്മൾ മസാല റൈസിന് ആവശ്യമുള്ള വെജിറ്റബിൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനായിട്ട് നമ്മളൊരു കുക്കർ എടുത്തു. 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തു. 1 ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തു. പെരിഞ്ജീരകം, ഗ്രാമ്പു, തക്കോലം. ഇനി നമ്മൾ ഒരു സവാള, വളരെ ചെറിയ വലിപ്പത്തിലുള്ളൊരു സവാള നമ്മൾ നൈസായിട്ട് സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുത്തു. നല്ല രീതിയിൽ നമ്മൾ സോട്ട് ചെയ്തെടുക്കുകയാണ്. അതിലേക്ക് ഒരു ഗ്രീൻ ചില്ലി ഇട്ട് കൊടുത്തു. ഓവറായിട്ട് ഡാർക്ക് കളറാക്കുന്നില്ല. ഒന്ന് സോട്ടായിട്ട് വരുമ്പോൾ നമ്മളതിലേക്ക് ഒരു തക്കാളി വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് സ്ലൈസ് ചെയ്തിട്ടുള്ള തക്കാളി ഇട്ട് കൊടുത്തു. അത് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. നല്ല രീതിയിൽ മിക്സ് ചെയ്തു. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തു. നല്ല രീതിയിൽ സോട്ട് ചെയ്തു. ഇനി അതിലേക്ക് കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂൺ. ഇത്രയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്ന മസാല. നല്ല രീതിയിൽ ഒരു മിനിറ്റ് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ആ പച്ചക്കുത്തിൽ പോയതിന് ശേഷം 1.5 കപ്പ് വെള്ളം. നമ്മൾ ഏത് പാത്രത്തിലാണോ റൈസ് എടുക്കുന്നത് ആ 1 കപ്പ് എടുക്കുകയാണെങ്കിൽ 1.5 കപ്പ് വെള്ളം കറക്റ്റായിട്ട് ഒഴിക്കുക. നമ്മൾ പാല് വലുത് ഒഴിക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് അല്പം വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അതിനായിട്ട് നമ്മൾ ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾ കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു. ഒരു 10 മിനിറ്റ് വെജിറ്റബിൾ കുക്കായി വന്നതിന് ശേഷം ആ വെള്ളം നല്ല രീതിയിൽ തിളച്ച് വരുമ്പോൾ നമ്മളതിലേക്ക് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നല്ലോണം രീതിയിൽ വാഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള കൈമ റൈസ് അതിലേക്ക് ഇട്ട് കൊടുത്തു. കുക്കറിൽ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. നമുക്ക് വിസിൽ വന്നിട്ട് വേവുന്ന രീതിയിൽ മെത്തേഡ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ നല്ല രീതിയിൽ കുക്കാക്കി ആ വെള്ളം വറ്റിയതിന് ശേഷം മാത്രമാണ് നമ്മളത് അടച്ചു വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും വിസിലിൻ്റെ അളവ് നോക്കണമെന്നില്ല. ഇനി നമ്മൾ അതിൻ്റെ ഗാർണിഷിനായിട്ടുള്ള സവാള വളരെ ചെറുതായിട്ട് ഒരു 3 സവാള നമ്മൾ വളരെ നൈസായിട്ട് കട്ട് ചെയ്തു. സ്പ്രെഡ് ചെയ്തു ഓരോരോ പീസുകളായിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ വറുത്ത് കോരാണ്. ആ ഒരു കറക്റ്റ് ബ്രൗൺ കളറ്, നല്ല ഡാർക്കല്ല, ജസ്റ്റ് നല്ല ക്രഞ്ചായിട്ട് വരുന്ന സമയത്താണ് നമ്മളത് ശരിക്കും കോരി മാറ്റുന്നത്. ശരിക്കും ഈ ഒരു പരുവത്തിലാണ് നമ്മൾ സവാള എടുക്കേണ്ടത്. ഇപ്പോൾ ഫയർ നല്ല രീതിയിൽ തന്നെ വേണം. ഈ എടുക്കാൻ നേരത്താണ് നമ്മൾ ശരിക്കും അതിൻ്റെ ഫയർ കുറച്ച് വയ്ക്കുന്നുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ഇതിൽ ഗാർണിഷിനായിട്ട് മല്ലിയിലയും ഫ്രൈഡ് ഒനിയനും ഇട്ട് കൊടുത്തു. അല്പം ഗീ കൂടി ഒഴിച്ചു കൊടുത്തു. നല്ല വെള്ളം ശരിക്കും വറ്റി വരുന്ന സമയത്ത് നമ്മളത് അടച്ചു വയ്ക്കുകയാണ്. നമ്മളിത് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യുന്നില്ല. 15 മിനിറ്റ് ആകുമ്പോഴേക്കും നല്ല രീതിയിലുള്ള റൈസ് നമുക്ക് നല്ല രീതിയിൽ കുക്കായി എല്ലാ ഏരിയയും നല്ല കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ടാകും. ആ ആവിയിൽ അത് കറക്റ്റായിട്ട് വെന്ത് കാണും. അപ്പോൾ നമ്മുടെ നല്ല വെജിറ്റബിൾ മസാല റൈസ് നമുക്ക് റെഡിയായി കഴിഞ്ഞു. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി അല്പം കുറച്ചിട്ട് യെല്ലോ കളർ കൂട്ടിയെടുക്കാം. ഗ്രീൻ ചില്ലിയുടെ ഫ്ലേവർ അപ്പോൾ നമുക്ക് കുറച്ച് കൂട്ടിയിട്ടിട്ട് ആ ഒരു സ്പൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു മെത്തേഡ് തന്നെ എല്ലാവരും ഫോളോ ചെയ്യുക. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായെന്ന് വിചാരിക്കണം.